നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്ത് ജീവനക്കാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം. പബ്ലിക് സെക്ടർ എംപ്ലോയീസ് കോൺഫെഡറേഷൻ STU നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കരിദിനത്തിന്റെ ഭാഗമായി കണ്ണൂർ ഹാൻവീവ് മേഖലാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ള നിയമത്തിന് വിധേയമായി അല്ലെങ്കിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വീടി എന്ന് പറയുന്നത് ഇപ്പോൾ പുകവലി നിരോധിച്ചതുകൊണ്ട് തന്നെ ആ വ്യവസായം തകർന്നുപോയി. ഹാൻഡ്ലൂം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് ഈ കണ്ണൂരിന്റെ ഹാൻഡ്ലൂമിനാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ളത്. ഇപ്പൊ കണ്ണൂരിന്റെ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വളരെ വലിയ അംഗീകാരമുള്ള അങ്ങനെയുള്ള ഒരു പരമ്പരാഗത വ്യവസായത്തിന് പരിപോഷിപ്പിക്കുക, അതിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ വിപരീത ഫലം എന്ന് പറയട്ടെ, ആയിരക്കണക്കിന് കൈത്തറി തൊഴിലാളികൾ ഇവിടെ ഇന്ന് പട്ടിണിയിലാണ്. ആ കൈത്തറി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനം ഒന്നും ചെയ്യാൻ കഴിയും. മാത്രമല്ല, ഈ സ്ഥാപനത്തെ നെഞ്ചോടെ വളരെ ആത്മാർത്ഥമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജീവനക്കാർക്ക് 4 മാസമായിട്ട് ശമ്പളം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, 5ാമത്തെ മാസം കടന്നിരിക്കുന്നു. ട്രാക്കോ കേബിൾ കമ്പനിയിൽ കഴിഞ്ഞ 11 മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിലും സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പിലാക്കാത്തതിലും മനംതൊന്ത് ഇരുമ്പനം യൂണിറ്റിലെ ഉണ്ണി എന്ന ജീവനക്കാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ചും ഹാൻവീവ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുക, പൊതുമേഖലാ ജീവനക്കാരുടെ ജീവൻ രക്ഷിക്കുക, ഉണ്ണിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി കടുത്ത ശിക്ഷ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കരിദിനമായി ആചരിച്ചത്. STU ജില്ലാ പ്രസിഡന്റ് ആലിക്കുഞ്ഞ് പന്നിയൂർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി CP കുഞ്ഞഹമ്മദ്, PP നാസർ, P ഹംസ ഹാജി, PK മുഹമ്മദ്, VKC മജീദ്, പാലക്കൽ അലവി, KP അമീർ, TK ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.